ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് PMA കാർസ് മൊറയൂരാണ് കേട്ടോ. ഗൈസ്, ഇന്ന് നമ്മളൊരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ 10-20 ഇന്നോവ സ്റ്റോക്ക് ഉണ്ട്, കൂടാതെ ഫോർച്യൂണറുകൾ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ ചെറുവണ്ടികളുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്. എല്ലാ വാഹനങ്ങളും ചെറിയ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് തരാം. 2012 മോഡൽ ഫോർച്യൂണർ ഒരു 10 ലക്ഷം രൂപ അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടൂല, പക്ഷെ 8.25 ലക്ഷം റുപ്യാണ് ഇവിടുന്ന് കൊടുക്കണത്. ഇനി നോക്കി വി ഓപ്ഷൻ ഇന്നോവ ക്രിസ്റ്റ വെറും 15 ലക്ഷം റുപ്യ കൊടുക്കണേ. നേരിട്ടൊന്നും അതിനും കമ്മിയാക്കി. ഇന്നോവകളുടെ ഒരു ചാകരനെ ഉണ്ട്. നമ്മള് പരമാവധി എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ താഴെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. 20 ഇന്നോവ ഉണ്ട് ഗൈസ്, 20 ഇന്നോവ. PMA കാർസിന്റെ ഓണർ ആയിട്ടുള്ള അൻവർ ബോസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അൻവർക്ക് മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? മൊറയൂര്, കാലിക്കറ്റ് പാലക്കാട് ഹൈവേയില് മൊറയൂർ എന്ന് പറഞ്ഞ പോത്തട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൊറയൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. വാട്സാപ്പിൽ മെസ്സേജ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു. നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട്? നമ്മുടെ കയ്യിൽ എണ്ണാൻ ഒരുപാടുണ്ട്, 10-50 വണ്ടികളുണ്ട്. ഓക്കെ, ഇന്നോവ ക്രിസ്റ്റ അവൈലബിൾ ആണ്. കുറെ ക്രിസ്റ്റ ഡൽഹിയിൽ നിന്ന് വരാനുണ്ട്. ഓക്കെ, നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ചെറിയ റേറ്റിലാണ് നമ്മൾ വണ്ടി കൊടുക്കണത് അല്ലേ? കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത റേറ്റ്. ഓക്കെ, മാക്സിമം റേറ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. നമ്പർ ആക്കാത്ത വണ്ടികൾ, ആക്കിയ വണ്ടികൾ എല്ലാം ഉണ്ട്. എത്യോസ് ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, എല്ലാവർക്കും പറ്റിയ വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ? നല്ലൊരു അടിപൊളി അലോയ് വീൽ ഇട്ട ഫുൾ കട്ട ടയറും ഉണ്ട് അല്ലേ? 4 പുതിയ ടയറാണ്. ഓക്കെ, ഡീറ്റെയിൽ 2013 G4. 2013 G4 ഡൽഹി നമ്പർ വണ്ടിയാണ്. ഓക്കെ, ഓണർ നിലവിൽ തേർഡ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ നോക്കണ്ട, പുറത്തുള്ള വണ്ടിയല്ലേ. 8 സീറ്റ് വണ്ടിയാണ്. ഓക്കെ, തിരക്കേടില്ലാത്ത വാഹനമാണ് അല്ലേ? അതെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 6,80,000 കൊടുക്കും. 6,80,000 റുപ്യക്കോ? ഇത് ലോൺ എത്ര പാസ്സാവും? ലോൺ ഒരു 6 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. ഒരു 10-50 റുപ്യന്റെ ഒരു ഇന്നോവ എടുക്കാം നമുക്ക്, റെഡി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. മോഡല് 2008 മോഡല്. 8 മോഡല്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവൽ. ഓണർഷിപ്പോ? തേർഡ് ഓണർ. കിലോമീറ്റർ 210 സംതിങ് ഓടി. പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് 3,75 കൊടുക്കാം. 3,75,000 രൂപ കൊടുക്കാം. 2008 കേരള വണ്ടി, ഒറിജിനൽ കേരള. G4 ആണ് വരുന്നത്. ഒറിജിനൽ കേരള വണ്ടിന്റെ റേറ്റ് ആയിട്ട് വരുന്നത്. റീ വണ്ടി അല്ല. 3,75 കൊടുക്കാം. അതിനെന്തായാലും കുറച്ചും കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കും. ലോൺ കിട്ടൂല. 2010-11 ശേഷമാണ് നമുക്ക് ലോൺ കിട്ടുക കേട്ടോ. വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. മോഡല് 2010 മോഡല്. 10. ഓണറോ? അത് തേർഡ് ഓണർ. അല്ലേ? കിലോമീറ്റർ 220. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ചെറുകിട റീപ്ലേസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അത്ര ക്വാളിറ്റി വണ്ടി ഒന്നും കൊടുക്കണ്ട. ചെറിയ റീപ്ലേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ഗ്ലാസ് ഉണ്ട്, അങ്ങനെ ഒരു ചെറുകിട പറഞ്ഞിട്ട് കൊടുക്കാം. അതിനനുസരിച്ചുള്ള റേറ്റിൽ കൊടുക്കാം. 4,90,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. നേരിട്ട് വന്നാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ചെറുങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം അല്ലേ? ഓക്കെ, അത്യാവശ്യം തിരക്കേടില്ലാത്ത വണ്ടിയാണ്. 2008 മോഡല്, അല്ല 10 മോഡലാണ്. നല്ല പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. മോഡലും കാര്യങ്ങളൊക്കെ 2010 മോഡൽ വി ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ്? ഇത് തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര പറയാം? കിലോമീറ്റർ ഒരു അതിൽ കാണിക്കുന്നുണ്ട്, 2 സംതിങ് കാണിക്കുന്നുണ്ടല്ലേ? ഡയമണ്ട് അലോയിലൊക്കെ വരുന്നുണ്ടല്ലേ? അതെ, വി ആണ് ഓപ്ഷൻ, ടോപ്പിന്റെ മോഡൽ. ഓപ്ഷൻ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ബാക്കില് സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് 4,80,000. 4,80,000 രൂപ കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ? ലോണ് ശ്രീരാമൊക്കെ കിട്ടുമായിരിക്കും. 3-3.5 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് വീണ്ടും ഒരു ഇന്നോവ, വില കുറഞ്ഞ ഇന്നോവ നമുക്ക് കൊടുക്കാം. 2012 G4 ABS എയർ ബാഗ് വരുന്ന ടൈപ്പ് വണ്ടി. ഓക്കെ, 2012 ആണ്. കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ്. മാർക്കറ്റ് റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കും ചെയ്യാം. 5,60,000. വെറും 5,60,000 രൂപ. മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത റേറ്റ് ആട്ടോ 5,60,000 രൂപ. പിന്നെ ഒരുപാട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്ന വണ്ടിയാണ്. ലോൺ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ? ലോൺ കിട്ടും. ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ചെറിയ റീപ്ലേസുകളൊക്കെ ഉണ്ട്. മെയിൻ ഗ്ലാസ് അങ്ങനെ ചെറിയ മുട്ടകളൊക്കെ. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഓക്കെ, ഈ വി ഓപ്ഷൻ നോക്കുന്നവർക്ക് 2012 വി നമുക്കത് കൊടുക്കാം അല്ലെ? 7 സീറ്റർ വണ്ടി. 7 സീറ്റർ, നല്ല തിരക്കേടില്ലാത്ത വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ഗ്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ചെറിയ തട്ടുമുട്ട്, ചെറിയ റീപെയിന്റ്, ബോഡി ഷേപ്പും കാര്യങ്ങളൊന്നും തിരക്കേടില്ല കേട്ടോ. തിരക്കേടില്ലാത്ത ബോഡി ഷേപ്പ് ആണ്.
ബാക്കും കാര്യങ്ങളൊക്കെ തരക്കേടില്ല. വി ഓപ്ഷനാണ്. 7 സീറ്റർ ആണ് വരുന്നത്. ഓണർഷിപ്പ് തേർഡ് അല്ലേ? ഓട്ടോ എത്ര ഓടിയുണ്ട്? 2 സംതിങ് ഓടി, 2.15 ഓടിയാണ്. വി ഓപ്ഷൻ ആണ്. എല്ലാ ഫിറ്റിംഗ്സ് വരുന്ന വണ്ടി. എത്ര കൊടുക്കാം? 7,15,000 നമ്മൾ ചോദിക്കണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്തായിട്ട് നമുക്ക് വീണ്ടും 2013 G4. 2013 G4. അതെ. ഓണർഷിപ്പോ? തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? കിലോമീറ്റർ ഇതിൽ മീറ്ററിൽ 82,000 ആണ് കാണിക്കുന്നത്. ജെനുവിൻ അല്ല. 82,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ജെനുവിൻ ആയിക്കോളൊന്നുമില്ല, പുറത്തെ വണ്ടിയല്ലേ. തിരക്കേടില്ലാത്ത വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റ് ആണ് അല്ലേ? ടാക്സിയും കാര്യങ്ങളൊക്കെ ഓടാൻ പറ്റിയ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 6,85,000. 6,85,000 രൂപ കൊടുക്കാം. ലോൺ കയറുമോ? ലോണ് മാക്സിമം ഒരു 6 ലക്ഷം വരെയൊക്കെ കയറും. 6 ലക്ഷം രൂപ വരെ കയറട്ടോ. ഓക്കെ. ഒരു 85 റുപ്യന്റെ സുഖമായിട്ട് ഇന്നോവ സ്വന്തമാക്കാം. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഇന്നോവ 2013 വി മോഡൽ ഇന്നോവ. വി ഓപ്ഷൻ. ഓണറോ? ഓണർ സെക്കൻഡ്. നിലവില് സെക്കൻഡില്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1,80,000. 1,80,000 കിലോമീറ്റർ. തിരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള വണ്ടി തന്നെ കേട്ടോ. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വി ഓപ്ഷൻ ആണ്. 2.5 വി വരുന്ന വേരിയന്റ് ആണ്. സ്കേർട്ടിങ്ങുകൾ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും തിരക്കേടില്ലാത്ത ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേട്ടോ. തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എത്ര കൊടുക്കാം? ഇത് 8,15. 8,15,000 രൂപ കൊടുക്കാം. ലോൺ ചെയ്യോ? ലോൺ കിട്ടും. ഒരു 6.5-7 വരെയൊക്കെ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന 2015 വണ്ടികളാണ് ഈ 4 എണ്ണം അല്ലേ? 4 വണ്ടി. ആദ്യമായിട്ട് നമുക്കൊരു ഗ്രേ കളർ പരിചയപ്പെടാം. എത്ര ഓടിക്കണ വണ്ടി? ഓട്ടൊന്നും നോക്കണ്ട, പുറത്തെ വണ്ടിയല്ലേ. ഇത് 1.25 1.5 കയറി കാണിക്കാം. ചിലപ്പോ കറക്റ്റ് ആയിക്കോളൊന്നുമില്ല, ചിലപ്പോ കറക്റ്റ് ആവും. അതൊക്കെ അവർക്ക് വന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ഗ്ലാസ് ചില്ലറ അവിടെ ഇവിടെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. മേജർ ആക്സിഡന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടി പറയല്ലേ? മേജർ ഉണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം, നോക്കിട്ട് എല്ലാം ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്ന വാഹനമാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറ്റ്, സെന്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം? 8.25 ലക്ഷത്തിന് കൊടുക്കും. 8.25 ലക്ഷം റുപ്യ. 4 വണ്ടി 8.75 കൊടുക്കാം. 8.75 ഈ 4 വണ്ടി കൊടുക്കുന്നത്. 2015 അല്ലേ? 4 വണ്ടി 2000. കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിൽ നമുക്ക് കൊടുക്കാം. സിൽവർ കളർ G4 2 എയർ ബാഗുള്ള ABS ഉള്ള വണ്ടി. ABSും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം 8.75. ഓക്കെ. അപ്പൊ അടുത്തത് നല്ലൊരു ക്രിസ്റ്റ പരിചയപ്പെടാം അല്ലേ? ഇതും മുന്തിരി കളർ തന്നെയാണ്. മോഡൽ എങ്ങനെ വരുന്നത്? 2018 G4 ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെല്ലോ? റീപ്ലേസ് ഇല്ല. ഇത് 1000 കിലോമീറ്റർ ആയപ്പോ ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര കിലോമീറ്റർ? 80,000 കിലോമീറ്റർ. വലിയ പ്രശ്നമൊന്നും കാണില്ലല്ലോ. 70,000 കിലോമീറ്ററോളം ഓടി. 75,000 കിലോമീറ്ററോളം ഓടിയുണ്ടല്ലേ? ഫ്ലഡ് അതിന് ശേഷം. നമുക്ക് എന്തെങ്കിലും റേറ്റ് കമ്മിയായി കൊടുത്തൂടെ? റേറ്റ് സാധാരണ G4 ഓട്ടോമാറ്റിക് 18 വണ്ടിന്റെ റേറ്റ് 20 ലക്ഷമാണ്. ഇത് നമുക്ക് 16.25 കൊടുക്കാം. 16.25 കൊടുക്കാം. അതെ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. സെറ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇത് പറഞ്ഞ റേറ്റിൽ എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 16.75 പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 16 ലക്ഷം IDV. ഏകദേശം 15 ലക്ഷം ലോണും കിട്ടും. മാക്സിമം ലോണും ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് വീണ്ടും ഒരു നല്ല അട്രാക്റ്റീവ് കളറോട് കൂടി വരുന്ന വാഹനമാണ് പരിചയപ്പെടുന്നത്. മോഡലും കാര്യങ്ങളൊക്കെ എത്ര? 2015 വണ്ടി ഇന്നോവ. 2015. ഇത് ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 8 ലക്ഷം റുപ്യ കൊടുക്കാം. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ. തരക്കേടില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? 8 ലക്ഷത്തിന് കൊടുക്കാം. ഏകദേശം 8 ലക്ഷം ലോണും കിട്ടും വണ്ടി. 8 ലക്ഷം റുപ്യക്ക് അല്ലേ? ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.90 കാണിക്കണേ. 1.90. ഓക്കെ. അത് ജെന്യൂൻ ആയിരിക്കൂലേ? ജെന്യൂൻ ആയിക്കോന്നും കറക്റ്റ് നമ്മൾ പറയുന്നില്ല. ഓക്കെ. G3 G4 ആക്കിയ വണ്ടിയാണ്. ABS ബ്രേക്ക് ഉണ്ടാവില്ല. എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ തരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. തരക്കേടില്ലാത്ത റേറ്റും ആണ് അല്ലേ? ഓക്കെ. ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു ഇന്നോവയുടെ പരിചയപ്പെടാം. അത് മോഡൽ എത്ര? 2015 V ആണ്. വി ഓപ്ഷനാ? അതെ. ഓക്കെ. ഓണർഷിപ്പ്? സെക്കൻഡോ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1.60 ഓടിയുണ്ട്. 1,60,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ.
തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. ടൈപ്പ് 4 അല്ലേ എന്ന് വരുന്നത്? ടൈപ്പ് 4 ഇന്റീരിയർ നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. വി ഓപ്ഷൻ ആണ് അതുകൊണ്ട് സെറ്റ്. ഓട്ടോമാറ്റിക് AC തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്നതാണ്. എത്ര കൊടുക്കാം? ഇത് 9,60 കൊടുക്കാം. 15V. 9,60,000 രൂപയ്ക്ക് 2015 V ഓപ്ഷൻ ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്ന വണ്ടി കേട്ടോ. ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ മോഡൽ എസ് ക്ലാസ് ബെൻസ്. ഇപ്പത്തെ ട്രെൻഡിങ് ആണ് ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യല്. അതിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി വാഹനല്ലേ? ഓക്കെ. ഓണർഷിപ്പും കാര്യങ്ങളും തേർഡ് ഓണർ. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് എന്താ അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെ കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സിസ്റ്റം എക്സ്ട്രാ വെച്ചതല്ലേ നിങ്ങള്? ഓക്കെ. സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മളിപ്പോ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 4,90,000 രൂപ പെട്രോൾ ആണ് വണ്ടി. ഓക്കെ. ബെൻസ് എ ക്ലാസ് ക്ലാസ് നമുക്ക് സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഫോർച്യൂണർ പരിചയപ്പെടാം അല്ലേ? 2014 മോഡൽ. 2014 ഓണർഷിപ്പോ? ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർ. കേരള വണ്ടി അല്ലേ? റീ രജിസ്റ്റേർഡ് വാഹനമാണ്. തിരക്കേടില്ലാത്ത വാഹനമാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. അത് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. പിന്നെ തിരക്കേടില്ലാതെ ടയറും കാര്യങ്ങളൊക്കെ ഒരു 50% ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, പിന്നെ വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. എയർ ബാഗ് തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് 13,75,000. 13,75,000 കൊടുക്കാം. കേരള ടാക്സ് അടച്ച വണ്ടി. ലോൺ കിട്ടുമോ? ലോൺ ഒരു 13-12 വരെയൊക്കെ ലോൺ കിട്ടും. 12 ലക്ഷം രൂപ വരെ ലോൺ കിട്ടൂലേ? ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയും എത്യോസിന്റെ ഒരു ചാകരി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.